ധന്യമുള്ള നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കാൽപ്പാടുകൾ എന്ന പ്രോഗ്രാമിലൂടെ കർത്താവിന്റെ നാമത്തെ ഉയർത്തുവാൻ, എൻ്റെ ടെസ്റ്റിമണി കൈമാറുവാൻ ദൈവം എനിക്ക് ഒരുക്കി തന്ന വലിയ അവസരങ്ങൾക്കായിട്ട് ഞാൻ നന്ദിയോടെ എൻ്റെ ദൈവത്തിന് ഞാൻ സ്തോത്രം ചെയ്യുകയാണ്. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസം സ്വർഗത്തിലെ ദൈവം നമുക്ക് ദാനമായിട്ട് നൽകി തന്നല്ലോ. ഓരോ ദിവസവും സ്വർഗത്തിലെ ദൈവം അതിശയകരമായി അത്ഭുതകരമായി നമ്മെ നടത്തുന്ന കർത്താവിന്റെ വലിയ വിശ്വസ്തതയ്ക്കായിട്ട് ഞാൻ നന്ദിയോടെ എൻ്റെ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. എൻ്റെ പേര് പ്രേംകുമാർ എന്നാണ്. എൻ്റെ വൈഫിന്റെ പേര് ശ്രീദേവി. എനിക്ക് 2 പെൺകുഞ്ഞുങ്ങളുണ്ട്. എൻ്റെ മൂത്ത മകൾ റുഹാമ, എൻ്റെ ചെറിയ മകൾ രിസിയ. ഞങ്ങള് കഴിഞ്ഞ 20 വർഷമായിട്ട് കർത്താവിന്റെ വേലയോടുള്ള ബന്ധത്തിൽ പാലക്കാട് ജില്ലയിൽ ഞങ്ങളായിരിക്കുന്നു. സ്വർഗത്തിലെ ദൈവം ഞങ്ങളെ അതിശയകരമായി തന്റെ അത്ഭുതകരത്താൽ താങ്ങി ദൈവം ഞങ്ങളെ നടത്തുന്നു. സ്തോത്രം. ഞാന് ഒരു ഹൈന്ദവ വിശ്വാസത്തിൽ നിന്നാണ് ജീവനുള്ള ദൈവമായ യേശു ക്രിസ്തുവിനെ തിരിച്ചറിഞ്ഞത്. ഞങ്ങളൊരു ഹിന്ദു സമുദായത്തിൽ, സാധാരണ ഒരു ഹിന്ദു സമുദായത്തിൽ ജീവിച്ച വ്യക്തിയാണ്. 33 കോടി ദൈവങ്ങളെ സേവിച്ച് നേർച്ചകളും കാഴ്ചകളും ഒക്കെ കൊടുത്ത് ജീവിക്കുവാൻ ആഗ്രഹത്തോടെ ദൈവത്തെ സേവിച്ച ഒരു വ്യക്തിയാണ് ഞാൻ. എൻ്റെ ഓർമ്മ വെച്ച കാലം മുതൽ എനിക്ക് തോന്നുന്നു ഒരു 5 വയസ്സ് സമയം മുതൽ എൻ്റെ ജീവിതത്തിന് എടുത്ത് പഠിച്ചാൽ സ്വസ്ഥതയില്ലാതെ, സമാധാനമില്ലാതെ ഒരു ഭ്രാന്തനെ പോലെ ജീവിച്ച ഒത്തിരി കാര്യങ്ങൾ എൻ്റെ ജീവിതാനുഭവത്തിൽ എനിക്ക് പറയുവാനുണ്ട്. എൻ്റെ ഞങ്ങളുടെ വീട് ഒരു വലിയ തറവാട് വീടായിരുന്നു. ആ തറവാട്ട് വീട്ടിൽ ഒരു മൂത്ത മകനായിട്ട് ജനിപ്പാൻ, ആദ്യത്തെ ആൺസന്തതിയായി ജനിപ്പാൻ സ്വർഗം എനിക്ക് ഭൂമിയിൽ അവസരം നൽകി തന്നു. എന്നാൽ എൻ്റെ ജന്മം കൊണ്ട് ആൺതറവാട്ടിൽ, ആ വലിയ തറവാട്ടിൽ ആദ്യത്തെ ആൺസന്തതി ആയതുകൊണ്ട് എൻ്റെ അച്ഛൻ്റെ സഹോദരിമാർക്ക് എൻ്റെ പിതാവിനോട് വളരെയധികം എതിർപ്പുകൾ ഉണ്ടാവുകയും അത് നിമിത്തം അവര് ആദ്യത്തെ ആൺസന്തതി ആ വീട്ടിൽ വാഴരുത് എന്നുള്ള രീതിയിൽ അച്ഛൻ്റെ സിസ്റ്റേഴ്സ് എല്ലാവരും കൂടി ഹൈന്ദവ രീതിയിൽ കൂടോത്രം എന്ന് പറഞ്ഞ സംഭവം അവർ ചെയ്യുകയുണ്ടായി. അവർ വളരെ ആ രീതിയിൽ മന്ത്രവാദങ്ങളൊക്കെ ചെയ്ത് ഞാനൊരു ഭ്രാന്തനായി പോകുവാൻ ആ നിലകളിൽ കാര്യങ്ങളൊക്കെ ക്രമീകരിച്ചു. സ്നേഹത്തോടെ എൻ്റെ വീട്ടിൽ വരികയും എന്നെ കൊച്ചുപ്രായത്തിൽ എന്നെ വാത്സല്യത്തോടെ ചേർത്ത് നിർത്തുകയൊക്കെ ചെയ്ത് എന്നെ ഈ മന്ത്രവാദം ചെയ്തു കൊണ്ടുവന്ന നേർച്ച കാഴ്ചകളൊക്കെ എന്നെ കഴിപ്പിച്ചു. എന്നാൽ സ്നേഹത്തോടെ അവർ കഴിക്കാമെന്നൊന്നും നമുക്കറിയില്ലല്ലോ, ജീവനുള്ള ദൈവം ഉണ്ടെന്ന്. ഞാൻ ഭക്ഷിക്കുകയും അതിന് പ്രകാരം എൻ്റെ വളർച്ചയിൽ 8, 9, 10, 11, 12 വയസ്സാകും തോറും എൻ്റെ ജീവിതത്തിനകത്ത് എനിക്ക് ബുദ്ധിയുണ്ട്, എനിക്ക് കഴിവുണ്ട്. പക്ഷെ എൻ്റെ കഴിവുകളോ എൻ്റെ ബുദ്ധികളോ ഒന്നും എനിക്ക് വേണ്ടും വണ്ണം പ്രയോജനപ്പെടുത്താൻ കഴിയാതെ ഞാനൊരു മന്ദബുദ്ധിയെ പോലെ അലയാൻ തുടങ്ങി. എൻ്റെ സ്കൂളുകളിൽ എൻ്റെ കൂട്ടുകാർ പറയും, മണ്ടൻ വരുന്നു. എൻ്റെ അപ്പൻ എന്നോട് പറയും, നീ ജനിച്ച നേരം കൊണ്ട് 10 വാഴ വെച്ചിരുന്നെങ്കിൽ ഞങ്ങൾക്ക് എന്തെങ്കിലും ഗുണമുണ്ടാകുമായിരുന്നു. അങ്ങനെ ഇരിക്കെ എൻ്റെ സ്കൂളിൽ നിന്ന് പഠനത്തിന് കഴിവില്ല, ഇവനൊരു മന്ദബുദ്ധിയാണ്, ഇവനെ പോലെ ഒരു കുട്ടിയെ ഞങ്ങൾ കണ്ടിട്ടില്ലെന്ന് പറഞ്ഞ് എന്നും സ്കൂളിൽ നിന്ന് കംപ്ലൈന്റ് വരുമായിരുന്നു. അത് നിമിത്തം എൻ്റെ അപ്പൻ എന്നോട് പറയുമോ, നീ എന്തിനാ ഇങ്ങനെ ജീവിച്ചിരിക്കുന്നത്? അങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് 10, 11 വയസ്സ് കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ എനിക്ക് എൻ്റെ ഇളയ സന്താനമായിട്ട് എനിക്കൊരു അനിയൻ ജനിച്ചു. എൻ്റെ അനിയൻ നല്ല സുമുഖനാണ്, കഴിവുള്ളവനാണ്. എൻ്റെ അപ്പൻ എന്നോട് പറഞ്ഞു, ഈ മൂത്തവൻ എങ്ങനെയെങ്കിലും ഒന്ന് ചത്തു കിട്ടിയാൽ ഞങ്ങൾക്ക് സമാധാനം. കാരണം ഈ മന്ദബുദ്ധിനെ തീറ്റിപ്പോറ്റുക എന്നുള്ളത് വളരെയധികം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അങ്ങനെ എൻ്റെ അനിയനെ വളരെയധികം സ്നേഹിക്കുകയും കൊഞ്ചിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ, നല്ല ഭക്ഷണങ്ങൾ എൻ്റെ സഹോദരനെ വാങ്ങിക്കൊടുക്കുമ്പോൾ ഞാനത് നോക്കിയിരുന്ന് കരഞ്ഞിട്ടുണ്ട്. ഞാൻ അന്ന് ദൈവത്തോട് ചോദിച്ചൊരു കാര്യമുണ്ട്, എനിക്ക് എന്തിന് ഇങ്ങനെ ഒരു ജന്മം തന്നു? ജീവനുള്ളൊരു ദൈവം ഉണ്ടെങ്കിൽ എനിക്ക് വെളിപ്പെട്ട് വരിക. അങ്ങനെ എൻ്റെ 12, 13, 14 വയസ്സ്, 18 വയസ്സ്, അങ്ങനെയൊക്കെ ഞാനൊരു മന്ദബുദ്ധിയെ പോലെ, ഒരു ഭ്രാന്തനെ പോലെയൊക്കെ ഞാൻ ജീവിച്ചു. എൻ്റെ വിദ്യാഭ്യാസ മേഖലകൾ തകർന്നു പോയി.
എൻ്റെ ജീവിതമെല്ലാം സ്പോയിലായിപ്പോയി. 18 വയസ്സുള്ളപ്പോഴൊക്കെ ഞാൻ നേർച്ച നേർന്ന് അമ്പലങ്ങളിലൊക്കെ മാറി മാറിപ്പോയി. മുസ്ലിം പള്ളിയുടെ മുമ്പിൽ പോയിട്ട് ഞാൻ ചോദിച്ചിട്ടുണ്ട്, ജീവനുള്ളൊരു ദൈവമുണ്ടോ? ശബരിമലയിൽ പോയി ഞാൻ ചോദിച്ചിട്ടുണ്ട്, ജീവനുള്ളൊരു ദൈവമുണ്ടോ? കാണുന്ന പള്ളികളും ക്ഷേത്രങ്ങളുടെ മുമ്പിൽ പോയി ഞാൻ ഉറക്കെ വാ തുറന്ന് വിളിച്ചു ചോദിച്ചിട്ടുണ്ട്, ജീവിക്കുന്ന ഒരു ദൈവം ഉണ്ടെങ്കിൽ എന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു വരണം. എനിക്ക് എന്തിന് ഇങ്ങനൊരു ജന്മം ഈ ഭൂമിയിൽ നൽകി തന്നു? ഒരു ഭ്രാന്തനായി, ഒരു മന്ദബുദ്ധിയെ പോലെ കഴിവില്ലാത്തവനായിട്ട് എന്നെ എന്തിനാണ് ഈ ഭൂമിയിൽ ഇങ്ങനെ ചമച്ചത്? രാത്രി ഞാൻ അച്ഛനും അമ്മയും കനിയനും കിടന്നുറങ്ങുമ്പോൾ ആ കട്ടിലിന്റെ അടിയിലോട്ട് കയറി എന്റെ വായ്ക്കകത്തേക്ക് ബെഡ്ഷീറ്റ് ഞാൻ കുത്തി തിരികിയിട്ട് ഞാൻ പൊട്ടിക്കരഞ്ഞിട്ടുണ്ട്. എന്നെ എന്തിനിങ്ങനെ ക്ഷണിപ്പിച്ചു? എന്നെ എന്തിനിങ്ങനെ ഭൂമിയിൽ ജീവിക്കുവാൻ എന്നെ അനുവദിക്കുന്നു? എന്നെ എടുക്കണം, എന്നെ കൊന്നുകളയണമെന്ന് അന്ന് സേവിച്ച ദൈവങ്ങളോട് ഞാൻ നിലവിളിച്ചിട്ടുണ്ട്. ഞാൻ ചോദിച്ചിട്ടുണ്ട്, ജീവിക്കുന്നൊരു ദൈവമുണ്ടോ? ജീവിക്കുന്നൊരു ദൈവമുണ്ടോ? ജീവിക്കുന്നൊരു ദൈവം ഉണ്ടെങ്കിൽ എനിക്ക് വെളിപ്പെടണമെന്ന് ഞാൻ അലറി വിളിച്ചിട്ടുണ്ട്. അമ്പലങ്ങളുടെ ഫ്രണ്ടിൽ പോയി, മോസ്കിന്റെ മുമ്പിൽ പോയി, പള്ളികളുടെ മുമ്പിലൊക്കെ പോയി ഞാൻ നിലവിളിച്ചിട്ടുണ്ട്. പക്ഷേ ഇവരാരും വിളി കേട്ടില്ല. അങ്ങനെ 22ാമത്തെ വയസ്സിൽ ഞാൻ 3 പ്രാവശ്യം സൂയിസൈഡ് ചെയ്യാൻ ശ്രമിച്ചു. കാരണം എന്റെ ജീവിതം എനിക്ക് മടുത്തു. കാരണം എന്റെ മനസ്സിനകത്ത് ഐഡിയ ഉണ്ട്, എന്റെ മനസ്സിനകത്ത് കാഴ്ചപ്പാടുകളുണ്ട്. പക്ഷെ അതൊന്നും എനിക്ക് ചെയ്യാൻ കഴിയുന്നില്ല. ഞാൻ എന്ത് ചെയ്താലും പരാജയങ്ങളാണ്. സ്വസ്ഥതയിൽ ഒരു ഭ്രാന്തനെ പോലെ ഞാൻ പട്ടണത്തിൽ അടിക്കാനും ഇടിക്കാനും മദ്യപിക്കുവാനും കഞ്ചാവ് വലിക്കുവാനും ഒക്കെ ആ നിലകളിൽ എന്റെ ജീവിതം മാറിപ്പോയി. എന്റെ വീട്ടിൽ വന്നാൽ എനിക്ക് സമാധാനമില്ല. നല്ല ഭക്ഷണം കഴിക്കുമ്പോൾ അവർ പറയും, എന്തിനാടാ കഴിക്കുന്നത്, നിന്നെക്കൊണ്ട് എന്താ ഗുണമുള്ളത്? അങ്ങനെ വീട്ടിൽ സ്നേഹമില്ല, നാട്ടിൽ സ്നേഹമില്ല, എല്ലാവരും ഒറ്റപ്പെട്ട ഞാൻ രാത്രി ശവപ്പറമ്പിലൊക്കെ പോയിരുന്ന അനുഭവങ്ങൾ ഒത്തിരി എനിക്ക് പറയാനുണ്ട്. ഞാൻ ചോദിച്ചിട്ടുണ്ട്, ജീവനുള്ള ദൈവമാണ്. അങ്ങനെ 22ാമത്തെ വയസ്സായപ്പോൾ വളരെ യാദൃശ്ചികമായിട്ട് എൻ്റെ വീട്ടിൽ 2 സുവിശേഷകർ കടന്നു വന്നു. അവരുടെ പേര്, ഒന്ന് ഒരു കൃഷ്ണൻകുട്ടി ബ്രദർ, 2 ബാബു എന്ന് പറഞ്ഞൊരു ബ്രദർ. അവരെന്റെ വീട്ടിൽ വന്നു. എന്നാൽ ഭ്രാന്തനാണെങ്കിലും മന്ദബുദ്ധിയായിട്ട് ജീവിക്കുകയാണെങ്കിലും എനിക്ക് സുവിശേഷത്തോട് താല്പര്യമില്ലായിരുന്നു. എനിക്ക് യേശുവിനെ ഇഷ്ടമല്ലായിരുന്നു. ഞാൻ പെന്തക്കോസ്ത് പള്ളികളുടെ സൈഡിൽ പോയി യൂറിൻ പാസ് ചെയ്ത അനുഭവങ്ങളൊക്കെ എനിക്കുണ്ട്. ഞാൻ കളിയാക്കിയിട്ടുണ്ട്. ഞങ്ങളുടെ വീടിന്റെ ഫ്രണ്ടിൽ കൂടെ ഒരു ആന്റി ബൈബിളൊക്കെ പിടിച്ച് നല്ല മാന്യമായിട്ട് വസ്ത്രം ചെയ്തു പോകുമ്പോൾ ഞാൻ അവരെ പണ്ട് കളിയാക്കിയിട്ടൊക്കെ ഉണ്ട്. പക്ഷെ അവർ തിരിച്ചൊന്നും പറഞ്ഞിട്ടില്ല. എന്നാന്ന് പറഞ്ഞാലും 22ാമത്തെ വയസ്സിൽ എന്റെ വീട്ടിനകത്ത് 2 സുവിശേഷകർ കടന്നു വന്നു. ഈ 22 വയസ്സ് എന്ന് ഞാൻ നിങ്ങളോട് പറയുമ്പോൾ ആ വയസ്സ് ഞാൻ എടുത്തു പറയാൻ കാരണമുണ്ട്. ഈ ഹൈന്ദവരായതുകൊണ്ട് ഞങ്ങൾ ഈ ജാതകമൊക്കെ എഴുതും. അപ്പോ എന്റെ ജാതകത്തിനകത്ത് ഒരു ജ്യോത്സ്യൻ കുറിച്ചു കൊടുത്ത സംഭവമുണ്ട്. തന്റെ മകന്, എന്റെ അപ്പനോട് പറയും, തന്റെ മകന് 22ാമത്തെ വയസ്സാവുമ്പോൾ ഒരു മാറ്റം വരും. അങ്ങനെ 22ാമത്തെ വയസ്സ് വന്നു. 22ാമത്തെ വയസ്സിലാണ് എൻ്റെ വീട്ടിൽ ആദ്യമായിട്ടൊരു സുവിശേഷകർ കടന്നു വരുന്നത്. എന്നോട് അവര് സുവിശേഷം പറഞ്ഞു. ഞാൻ പറഞ്ഞു, എൻ്റെ വീട്ടിൽ കയറരുത്, എനിക്ക് നിങ്ങളുടെ സുവിശേഷം ഇഷ്ടമല്ല, എനിക്ക് നിങ്ങളുടെ യേശുവിനെ വേണ്ട, ഞങ്ങൾക്ക് 33 കോടി ആൾക്കാരുണ്ട്, പിന്നെന്തിനാ നിങ്ങളുടെ യേശുവിനെ മുക്കി ഇറങ്ങി പൊക്കോണമെന്ന് പറഞ്ഞു. ഞാൻ അവരെ തുപ്പി ഇറക്കി വിട്ടു. എന്നാല് അവര് എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്ന സമയത്ത്, അവര് ചെരുപ്പിട്ടുകൊണ്ടിരുന്ന സമയത്ത് ആ വാതിക്കൽ നിന്ന് ബാബു എന്ന് പറഞ്ഞ ബ്രദർ എന്നോട് ഒരു കാര്യം പറഞ്ഞു, മോനെ, യേശുവിന് നിന്നെ വേണം, യേശുവിന് നിന്നോട് സ്നേഹമുണ്ട്, യേശു നിന്നെ സ്നേഹിക്കുന്നുണ്ട്. ഈ 3 കാര്യങ്ങൾ ബാബു ബ്രദർ എന്നോട് അവസാനമായിട്ട് പറഞ്ഞു. എന്നാൽ അവര് പിന്നെ കാണാം എന്ന് പറഞ്ഞ സുവിശേഷകര് മാന്യമായിട്ട് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി. പക്ഷേ അവരെ ഞാൻ ചീത്ത വിളിച്ചെങ്കിലും, അവരെന്നെ അസഭ്യം പറഞ്ഞെങ്കിലും, അവരെ തുപ്പി ഞാൻ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടെങ്കിലും, അവര് പറഞ്ഞ ഒരു കാര്യം എന്റെ മനസ്സിനകത്ത് വളരെ സ്പർശിച്ചു. യേശു നിന്നെ സ്നേഹിക്കുന്നുവെന്നും യേശുവിന് നിന്നെ വേണമെന്നും പറഞ്ഞ വാക്കുകൾ എന്റെ മനസ്സിനെ വല്ലാതെ എന്ന് പതിഞ്ഞു. ഞാൻ പറയട്ടെ ദൈവമക്കളെ, നാം സുവിശേഷം അറിയിക്കുമ്പോൾ ചില വീടുകളിൽ ചെന്ന് ഹൃദയത്തിൽ തട്ടി നമ്മൾ ആത്മാർത്ഥമോട് പറയുന്ന 1-2 വാക്കുകൾ മതി ചിലരുടെ വിടുതലിലേക്ക് ദൈവം അതിനെ നയിക്കും. ബാബു എന്നോട് പറഞ്ഞു, യേശുവിന് മോനെ നിന്നെ വേണം, യേശു നിന്നെ സ്നേഹിക്കുന്നുണ്ട്. ഞാന് ആ 2 വാക്കുകൾ എന്റെ മനസ്സിൽ പതിഞ്ഞു. അന്ന് രാത്രി ഞാൻ ആ 2 വാക്ക് എന്റെ മനസ്സിലിട്ടു. ഞാൻ കിടന്നുറങ്ങുകയാണ്. കാരണം
എന്നെ സ്നേഹിക്കാനോ എന്നെ വേണമെന്ന് പറയാനോ എന്റെ മാതാപിതാക്കൾക്കോ എന്റെ കൂട്ടുകാർക്കോ ആർക്കും എന്നെ വേണ്ട. എന്തിനേറെ പറയുന്നു, ടീമായിട്ട് ഞങ്ങൾ കൂട്ടുകാർ കളിക്കുമ്പോൾ ടീം സെലക്ട് ചെയ്യുമ്പോൾ എല്ലാവരും സെലക്ട് ചെയ്യും, പക്ഷെ എന്നെ മാത്രം ആരും സെലക്ട് ചെയ്യത്തില്ല. അത്രയ്ക്ക് കഴിവ് കെട്ട ഒരു വ്യക്തിയായിരുന്നു ഞാൻ. എന്നാൽ ബാബുബ്രദർ എന്നോട് പറഞ്ഞു, മോനെ യേശുവിനെ നിന്നെ വേണം. ആ വാക്ക് എന്റെ മനസ്സിൽ രാത്രിയിട്ട് ഞാൻ കിടന്നുറങ്ങുന്ന സമയത്ത് ഏകദേശം അർദ്ധരാത്രി ഞാനൊരു സ്വപ്നം കാണുക. സ്വപ്നങ്ങൾ ഞാൻ പലത് കണ്ടിട്ടുണ്ട്. പാമ്പ് കടിക്കാൻ വരുന്നത്, പാമ്പ് കുത്താൻ വരുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ അന്ന് ഞാൻ കണ്ട സ്വപ്നം എന്റെ ജീവിതത്തിൽ ഇന്ന് വരെ ഞാൻ കാണാത്തൊരു സ്വപ്നമായിരുന്നു. ഞാൻ സ്വപ്നം കാണുന്നത് എങ്ങനെയാണ്? എന്റെ സ്വപ്നം എങ്ങനെയാണ്? എന്നോട് ഒരു മനുഷ്യൻ എന്റെ അടുക്കൽ വന്നിരുന്നിട്ട് എന്നോട് ചോദിച്ചു, നിനക്ക് ജീവനുള്ള ദൈവത്തെ കാണണോ? എന്നോട് ചോദിക്കുക, നിനക്ക് ജീവനുള്ള ദൈവത്തെ കാണണോ? ഞാൻ പറഞ്ഞു, എനിക്ക് കാണണം. കഴിഞ്ഞ 21 വർഷങ്ങൾ, ഇത് എന്റെ ജീവിതത്തിൽ 22ാമത്തെ വർഷമാണ് സംഭവിക്കുന്നത്. കഴിഞ്ഞ 21 വർഷങ്ങൾ ഞാൻ പള്ളികൾ, അമ്പലങ്ങൾ, മോസ്കുകൾ ഇതിന്റെ എല്ലാം മുമ്പിൽ ചെന്ന് ഉച്ചത്തിൽ ഞാൻ വിളിച്ചു വയ്ക്കുന്ന ഒരു കാര്യമുണ്ട്, ജീവനുള്ളൊരു ദൈവം ഉണ്ടെങ്കിൽ എനിക്ക് വെളിപ്പെട്ട് വരണമെന്ന്. അലറി കൂവിച്ച് ഞാൻ ചോദിച്ചിട്ടുണ്ട്, മദ്യപിച്ചിട്ട് ഞാൻ ചോദിച്ചിട്ടുണ്ട്, ജീവനുള്ളൊരു ദൈവം ഉണ്ടോ എന്ന്. എന്നാൽ അന്ന് രാത്രി ഒരു ദൂതൻ എന്നോട് ചോദിക്കുക, ഞാൻ ചോദിച്ച ചോദ്യം തിരിച്ചെന്നോട് ചോദിച്ചു, നിനക്ക് ജീവനുള്ള ദൈവത്തെ കാണണമോ? എനിക്ക് അദ്ദേഹം ദൂതനാണെന്നൊന്നും എനിക്ക് അന്ന് മനസ്സിലായില്ല. ഞാൻ പറഞ്ഞു, എനിക്ക് ജീവനുള്ള ദൈവത്തെ കാണണം. കാരണം ഞാൻ ചോദിക്കുന്ന ചോദ്യം തിരിച്ചെന്നോട് ചോദിച്ച ആ മനുഷ്യനോട് ഞാൻ പറഞ്ഞു, എനിക്ക് കാണണം ജീവനുള്ള ദൈവത്തെ. അദ്ദേഹം എന്റെ വലങ്കരത്തിൽ പിടിച്ച് വരാൻ പറഞ്ഞു. ഞാൻ പോവുക. ആത്മാവിലാണോ പറന്നാണോ നടന്നാണോ പോകുന്നതെന്ന് എനിക്കന്ന് മനസ്സിലായില്ല. ഞാൻ പോയി വലിയ ഒരു ആകാശമേഘങ്ങളിൽ കൂടെ അദ്ദേഹം എന്നെ നടത്തിക്കൊണ്ടുപോയി. ഞാൻ പോയി ചില മിനിറ്റ് കഴിഞ്ഞപ്പോൾ എന്നെ അദ്ദേഹം ഒരു വലിയ സിംഹാസനത്തിന്റെ മുമ്പിൽ കൊണ്ടുപോയി നിർത്തി. ഞാൻ കണ്ണു തുറന്ന ആ സിംഹാസനത്തിലേക്ക് നോക്കിയപ്പോൾ വയോധികനായ ഒരു മനുഷ്യൻ, വെള്ളത്താടിയുള്ള വെള്ളമുടിയുള്ള ശ്രേഷ്ഠനായ ഒരു വയോധികനായ മനുഷ്യൻ അവിടെ ഇരിക്കുന്നത് കാണുവാൻ എനിക്ക് ദൈവം കൃപ ചെയ്തു. അന്ന് ആ സ്വപ്നത്തിൽ യേശു ജീവനുള്ള ദൈവമെന്ന് ആ സിംഹാസനത്തിൽ നിന്ന് ആ ദർശനത്തിലൂടെ എനിക്ക് മനസ്സിലായി. ആ സിംഹാസനത്തിൽ നിന്ന് ഒരു വലിയ തേജസ്, ഒരു ഗോൾഡൻ കളറുള്ള ഒരു പ്രഭ അത് ആ സിംഹാസനത്തിൽ നിന്ന് വന്ന് എന്നെ അങ്ങോട്ട് പൊതിഞ്ഞങ്ങോട്ട് പിടിച്ചു. ഇപ്പോൾ ഞാനത് പറയുമ്പോഴും എന്റെ ശരീരത്തിനകത്ത് ഞാൻ അത് അനുഭവിക്കുന്നുണ്ട്. ആ ദൈവിക തേജസ് വന്ന് എന്നെ അങ്ങോട്ട് ചേർത്തങ്ങോട്ട് പിടിച്ച് ഒരു സെക്കൻഡ് കഴിഞ്ഞപ്പോൾ ഞാൻ ഉറക്കമുണർന്ന് ഞാൻ നോക്കി, ഞാൻ എന്താണ് കണ്ടത്? എനിക്ക് ചിന്തിച്ചിട്ടൊന്നും എത്തുപിടിക്കില്ല. ഞാൻ രാവിലെ എഴുന്നേറ്റ് വാതിക്കൽ വന്നിരിക്കുകയാണ്. അപ്പൊ എന്റെ മനസ്സിനകത്ത് വലിയ സന്തോഷം. എന്താണെന്ന് എനിക്കറിയത്തില്ല. ഞാൻ എന്തുകൊണ്ടാണ് എനിക്ക് ആ സന്തോഷം? അങ്ങനെ ചിന്തിച്ചിരിക്കുമ്പോൾ വീണ്ടും എന്റെ മനസ്സിലേക്ക് തലേ രാത്രി ഞാൻ കണ്ട ദൈവിക സ്വപ്നം എന്റെ മനസ്സിലേക്ക് വന്നു. എനിക്ക് മനസ്സിലായി, ഞാൻ 33 കോടി ആളുകളെ സേവിച്ചിട്ടും ഇന്ന് വരെ കാണാത്ത ഒരു ദിവ്യ സ്വപ്നമാണ് ഞാൻ കണ്ടത്. ഞാൻ ഓടിച്ചു എന്റെ ബുക്കുകളൊക്കെ എല്ലാം വലിച്ചെടുത്ത് നോക്കിയപ്പോ പണ്ടെങ്ങാണ്ട് ആരോ എന്റെ കയ്യിൽ ഒരു കറുത്ത വൈൻഡിട്ട് പുസ്തകം തന്നിട്ടുണ്ടായിരുന്നു. ഞാനത് പണ്ടൊക്കെ എടുത്ത് വായിച്ചു നോക്കിയിട്ടുണ്ടെങ്കിൽ എനിക്കത് ഇഷ്ടപ്പെട്ടിട്ടില്ല. പക്ഷെ ഞാൻ ഓടിച്ചെന്ന് നോക്കിയപ്പോൾ എന്റെ വീട്ടിൽ ചെതല് പിടിക്കാതെ ആ പുസ്തകം ഇപ്പോഴും പൊടികൾക്കിടെ കിടപ്പുണ്ട്. ഞാൻ ആ പുസ്തകം എടുത്ത് എന്റെ മാറോട് ചേർത്ത് പിടിച്ച് മുട്ടുകുത്തി ഞാൻ അലറി കരഞ്ഞിട്ട് പറഞ്ഞു, നീ ജീവിക്കുന്ന ദൈവമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. 33 കോടി ആളുകളെ ഞാൻ സേവിച്ചിട്ടുണ്ട്, പക്ഷെ നീ ജീവിക്കുന്ന ദൈവമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു എന്ന് പറഞ്ഞ് ഞാൻ അവിടെ മുട്ടുകുത്തി. ഞാൻ പറയട്ടെ പ്രിയപ്പെട്ടവരെ, എന്റെ അച്ഛന്റെ സിസ്റ്റർ കൂടോത്രം ചെയ്തു, കൈവശം എനിക്ക് തന്നു, എന്നെ ഭ്രാന്തനാക്കി. പക്ഷേ അന്ന് രാത്രി ഞാൻ കണ്ട ആ ഒരൊറ്റ സ്വപ്നത്തോടുകൂടെ എന്റെ ബന്ധനമെല്ലാം അഴിഞ്ഞു മാറി. എന്റെ കൈവശത്തിന്റെ ശക്തി എന്നെ വിട്ടു മാറി. ഒരു ഭ്രാന്തൻ എന്ന സ്വഭാവത്തിനകത്ത്, ആ ഒറ്റ സ്വഭാവത്തിനകത്ത്, എന്നെ എല്ലാവരും വെറുത്ത ആ സ്വഭാവത്തിനകത്തുനിന്ന് ഒരൊറ്റ സ്വപ്നമാണ് എന്റെ ജീവിതത്തെ മാറ്റിമറിച്ചത്. എനിക്ക് മനസ്സിലായി, ഞാൻ കണ്ട സ്വപ്നം യേശുവാണെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ അങ്ങനെ എന്റെ വീട്ടിൽ കടന്നു വന്ന 2 സുവിശേഷകരെ അന്വേഷിച്ചു. അവര് നിമിത്തം ഞാൻ പെന്തക്കോസ്ത് പള്ളിക്കകത്തേക്ക് ഞാൻ ആദ്യമായി കടന്നു പോയിട്ട്
എനിക്കൊന്നും മനസ്സിലായില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ പാലാരിവട്ടത്ത് ഒരു പാസ്റ്ററുണ്ട്, NG സാംകുട്ടി. അദ്ദേഹത്തിന് ഒരു വണ്ടിയുണ്ട്. അദ്ദേഹം ഹിപ്പ് ബോൺ ക്യാൻസർ ആയി സുഖമില്ലാതെ ഇരിക്കുന്നത് കേൾപ്പാനിടയായി. അദ്ദേഹം ഒരു പുതിയ വണ്ടി എടുത്തു, ഓടിക്കാൻ ആരുമില്ല. അങ്ങനെ ഇരിക്കുമ്പം ഈ രണ്ട് സുവിശേഷകർ എന്നെ അങ്ങോട്ടേക്ക് നയിച്ചു. ഞാൻ ആദ്യമായിട്ട് പെന്തക്കോസ്ത് പള്ളിയിൽ ചെന്ന് അദ്ദേഹത്തിന്റെ പാസ്റ്റർ NG സാംകുട്ടിയുടെ ഒരു ഡ്രൈവറായിട്ട് ഞാൻ അങ്ങോട്ട് എന്റെ ജോലി ആരംഭിച്ചു. ഞാൻ പറയട്ടെ, ആ പാസ്റ്റർ MG സാംകുട്ടിയുടെ വീട്ടിൽ ഞാനൊരു ഡ്രൈവറായിട്ടാണ് പോയെങ്കിലും ആ വീട്ടിൽ വെച്ച് അദ്ദേഹത്തിന്റെ ശുശ്രൂഷയിൽ ഞാൻ രക്ഷിക്കപ്പെടുവാനിടയായി. ചില മാസങ്ങൾ കഴിഞ്ഞപ്പോൾ കർത്താവിനെ തന്റെ വേലയ്ക്ക് വേണ്ടി വിളിപ്പാനിടയായി. കർത്താവിന്റെ കൃപയാൽ ദൈവം ഇന്ന് ഞങ്ങളെ അതിശയകരമായിട്ട് നടത്തുന്നു. ഞാൻ പറഞ്ഞൊരു ഭാഗം നിങ്ങൾ ശ്രദ്ധിക്കണം. എന്നോട് എന്റെ പിതാവിനോട് ജോൺസിൻ പ്രവചിച്ചു, 22ാമത്തെ വയസ്സ് ആകുമ്പോൾ തന്റെ മകന്റെ ജീവിതത്തിനകത്തൊരു മാറ്റം വരുമെന്ന്. പ്രിയപ്പെട്ടവരെ, ഞാൻ പറയട്ടെ, പിശാചിന് പോലും അറിയാം ഒരു വ്യക്തിയെ എത്ര നാള് ബന്ധിക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ജ്യോത്സ്യന്മാര് പ്രവചിച്ചു 22ാമത്തെ വയസ്സായപ്പോ തന്റെ മകന്റെ ജീവിതത്തിൽ വ്യത്യാസം വരുന്നു. പിശാചിന് പോലും അറിയാം ഒരു സമയം വരെ മാത്രമേ നമ്മളെ ബന്ധിച്ച് വെക്കുവാൻ കഴിയത്തുള്ളൂ. കറക്റ്റ് 22ാമത്തെ വയസ്സായപ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി എന്റെ ജീവിതത്തിനകത്ത് വെളിപ്പെടുന്നു. ഞാൻ പറയട്ടെ, എത്ര ബന്ധിക്കപ്പെട്ട വ്യക്തിയാണേലും, എത്ര തകർന്നടിഞ്ഞ വ്യക്തിയാണേലും, ദൈവം നിന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ ദൈവം ഒരു സമയം നിശ്ചയിച്ചിട്ടുണ്ട്. ആ സമയം വരെ മാത്രമേ പിശാചിന് നിന്റെ ജീവിതത്തെ ബന്ധിച്ചൊതുക്കാൻ കഴിയത്തുള്ളൂ. ആരും നിന്നെ സഹായിപ്പാനില്ലെങ്കിലും, ആരും നിന്നെ ശക്തീകരിപ്പാനില്ലെങ്കിലും ദൈവം ഒരു ടൈം നിശ്ചയിച്ചിട്ടുണ്ട്. ആ സമയത്ത് ദൈവം നിന്റെ രട്ടഴിച്ച് നിന്റെ വിലാപങ്ങളെ നൃത്തമാക്കി തീർക്കുന്ന ഒരു ജീവിക്കുന്ന ദൈവമുണ്ട്. ആ ദൈവമാണ് കർത്താവായ യേശു. 22ാമത്തെ വയസ്സിൽ യേശുവിനെ തിരിച്ചറിയുവാൻ, ജീവനുള്ള ദൈവത്തെ തിരിച്ചറിയുവാൻ സ്വർഗത്തിലെ ദൈവമായ കർത്താവ് എന്റെ ജീവിതത്തിന്റെ കൃപ തന്നു. ആ ഒരൊറ്റ സ്വപ്നം എന്റെ ജീവിതത്തെ ആകെ മാറ്റി. എന്റെ ബന്ധനങ്ങൾ അഴിഞ്ഞു. എന്നിൽ വ്യാപരിച്ച കൂടോത്രത്തിന്റെ അധികാരങ്ങളെ, മന്ത്രവാദത്തിന്റെ ശക്തികളെ സ്വർഗത്തിലെ ദൈവം പൊട്ടിച്ചു മാറ്റി. ആഴമേറിയ ദൈവിക ബന്ധം സ്വർഗത്തിലെ ദൈവം എനിക്ക് നൽകി തന്നു. അങ്ങനെ 2003 യേശു ക്രിസ്തുവിനെ ജലത്തിൽ സാക്ഷീകരിപ്പാൻ 2003 ഒക്ടോബർ മാസം 3-ാം തീയതി കർത്താവായ യേശുവിനെ ജലത്തിൽ സാക്ഷീകരിപ്പാൻ സ്വർഗത്തിലെ ദൈവമായ കർത്താവ് എനിക്ക് കൃപ ചെയ്തു. എന്റെ വീട്ടുകാരെന്നെ എതിർത്തു. എന്റെ ബന്ധുക്കൾ എന്നോട് പറഞ്ഞു, കൈയും കാലും വെട്ടി നിന്നെ ഞങ്ങൾ ആറ്റിൽ താത്തിക്കളയും. ഞാൻ അവരോട് പറഞ്ഞു, ഞാന് കുടിച്ചു കൂത്താടി നടന്ന് മന്ത്രവാദത്തിനൊക്കെ കൂട്ടുനിന്ന് കുടിച്ചു കൂത്താടി നടന്നപ്പോ എന്റെ ബന്ധുക്കൾക്ക് ആർക്കും എന്നെ വേണ്ടായിരുന്നു. അവരും എനിക്ക് കുപ്പി മേടിച്ചു തന്നിട്ടുണ്ട്. ഞാൻ ജീവനുള്ള ദൈവത്തെ കണ്ടപ്പോ, യേശുവിനെ ആത്മാവിൽ ആരാധിക്കാൻ തുടങ്ങിയപ്പോ എന്റെ കൈയും കാലും വെട്ടുമെന്ന് നിങ്ങൾ പറയുന്നെങ്കിൽ ഞാൻ പറഞ്ഞു, എന്നെ അങ്ങ് കൊന്നേക്കാൻ പറഞ്ഞു. ഞാനൊരു സത്യം തിരിച്ചറിഞ്ഞു, ജീവിക്കുന്ന ഒരു ദൈവം ഉണ്ടെങ്കിൽ അത് യേശുവാണെന്ന് എനിക്ക് മനസ്സിലായെന്ന് ഞാൻ അവരോട് പറഞ്ഞു. അവരെന്നോട് പറഞ്ഞു, നിനക്ക് അമേരിക്കയിൽ നിന്ന് ആരൊക്കെ എന്തൊക്കെയോ തരുന്നുണ്ട്. ഞാൻ പറഞ്ഞു, എനിക്കൊരു അമേരിക്കയിൽ നിന്നും ആരും ഒന്നും തരുന്നില്ല, ഉഗാണ്ടയിൽ നിന്നും ആരും എനിക്കൊന്നും തരുന്നില്ല. ഞാൻ ഒരു സമാധാനം അനുഭവിച്ചു. ഇന്ന് എന്റെ ഉള്ളിൽ സമാധാനമുണ്ട്. മദ്യപിച്ചില്ലെങ്കിലും, ആൻസ് വെച്ചില്ലെങ്കിലും, പാൻ മസാലകൾ ഉപയോഗിച്ചില്ലെങ്കിലും എന്റെ ഉള്ളിൽ ഒരു സമാധാനമുണ്ടെന്ന് ഞാൻ അവരോട് പറയുവാനിടയായി. 22ാമത്തെ വയസ്സിൽ ഞാൻ യേശു എന്ന സമയത്ത് അമ്മ കൂനന്തൈ എന്ന് പറയുന്ന സ്ഥലത്തിന് അമ്പലമുണ്ട്. അമ്പലത്തിലാണ് എല്ലാ വർഷവും ഞങ്ങള് ഉത്സവം ആചരിക്കുന്നത്. ഈ വർഷം ആരോടെങ്കിലും പകയുണ്ടെങ്കിൽ അടുത്ത വർഷം ഞങ്ങൾ അടിച്ചു തീർക്കും. അതാണ് എൻ്റെ ഒരു രീതി എന്ന് പറയുന്നത്. എന്നാൽ 22ാമത്തെ വയസ്സിൽ ഞാൻ യേശുവിനെ രക്ഷകനായി ചെയ്ത സമയത്ത് എന്റെ കൂട്ടുകാർ പറഞ്ഞു, കഴിഞ്ഞ വർഷം ചില കണക്കുകൾ നമുക്ക് തീർക്കാനുണ്ട്. നമ്മുടെ കൂട്ടുകാരൊക്കെ വന്നിട്ടുണ്ട്. അവര് പല മിലിറ്ററിക്കാർ പല ഞങ്ങളുടെ കൂട്ടുകാരുണ്ട്. ഈ കുപ്പിയൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. നല്ല ഒറിജിനൽ സാധനമുണ്ട്, നമുക്ക് ഇന്ന് രാത്രി കൂടണമെന്ന് പറഞ്ഞു. ഞാൻ അവരോട് പറഞ്ഞു, എനിക്ക് വേണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അവര് ചെന്തടാ നിനക്ക് വേണ്ടാത്ത? ഞാൻ പറഞ്ഞടാ, ഞാൻ അതൊക്കെ നിർത്തി, ഞാനിപ്പോ പ്രാർത്ഥനയ്ക്ക് പോകാന്ന് പറഞ്ഞു. അപ്പൊ അവരെന്നെ കളിയാക്കിയോ, നീ വലിയ വിശുദ്ധനായല്ലോ. അവരെന്നെ ഒത്തിരി ബ്രെയിൻ വാഷ് ചെയ്തു. പക്ഷെ ദൈവമക്കളെ, ഞാൻ പറയട്ടെ, ഞാൻ കണ്ട സ്വപ്നം ജീവനുള്ള ദൈവത്തെ ആയതുകൊണ്ട് എനിക്ക് ലെവലേശം പോലും ഒരു ടെമിറ്റേഷൻ ഉണ്ടായില്ല അവരുടെ വാക്ക് കേട്ട് പോകുവാൻ. അന്നു മുതൽ ഇന്ന് വരെയും സ്വർഗത്തിലെ ദൈവം ഞങ്ങളെ അതിശയകരമായിട്ട് ദൈവം ഞങ്ങളെ നടത്തുകയാണ്. 2012 ദൈവം എനിക്കൊരു ദർശനം തന്നു. എറണാകുളമാണ് എന്റെ സ്വദേശം. എറണാകുളത്തിരിക്കുമ്പോൾ ഷൊർണൂർ, പാലക്കാട് ജില്ലയിൽ
കർത്താവിന്റെ വേലയായി പോകുവാൻ ദൈവം എനിക്ക് നിയോഗം തന്നു. എനിക്കന്ന് എൻ്റെ കുഞ്ഞിന്, ഇളയ പൈതലിന് 1 വയസ്സേ ഉള്ളൂ, മൂത്തവൾക്ക് 8 വയസ്സ്. ഞങ്ങൾ ദൈവത്തോട് ആലോചിച്ച് കർത്താവ് പറഞ്ഞു, നീ പോകാൻ പറഞ്ഞു. ദൈവം എന്നെ രാത്രി ദൈവിക ദർശനത്തിലൂടെ ദൈവം എന്നെ ആ പട്ടണത്തിന്റെ കാര്യങ്ങളെല്ലാം എന്നെ പഠിപ്പിച്ചു. ഞാൻ ആ പട്ടണം കണ്ടിട്ടില്ല. ഇന്ന് ഞാൻ ആയിരിക്കുന്ന സ്ഥലം വാണിയംകുളം എന്ന് പറഞ്ഞ സ്ഥലമാണ്. വാണിയംകുളം ഞാൻ കണ്ടിട്ടില്ല. എന്നാൽ 2012 ദൈവം തന്ന നിയോഗപ്രകാരം ഞാൻ ഈ പട്ടണത്തിൽ വരുവാനിടയായി. ഒരു സഭാപ്രവർത്തനമില്ലാത്ത ഈ ദേശത്ത് കർത്താവിന്റെ കൃപയാൽ ഞങ്ങൾ പ്രവർത്തനം ആരംഭിച്ചു. ഈ പട്ടണത്തിൽ വന്ന ഞങ്ങൾ അനവധി നാളുകൾ പട്ടിണിയോട് പട്ടിണി, ഒരു ഓമയ്ക്ക മാത്രം വേവിച്ച് കഴിച്ച മാസങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിനകത്തുണ്ട്. കണ്ണുനീരും കൈയും സുവിശേഷ വിരോധികളുടെ എതിർപ്പുകളൊക്കെ സഹിച്ച് ദൈവത്തിന്റെ കൃപയാൽ കർത്താവ് ഇന്നയോളം ഞങ്ങളെ നിർത്തി. സുവിശേഷ വിരോധികൾ ഒരു രാത്രി 9:30 ഒരു വീട്ടിൽ പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ അവരെന്നെ മൃഗീയമായി ഉപദ്രവിച്ചു. ഞാൻ ഹോസ്പിറ്റലൊക്കെ അഡ്മിറ്റായി. പക്ഷേ ആ ഉപദ്രവത്തിന് ശേഷമാണ് എന്റെ ചർച്ചിനകത്ത് ഒരു ഗ്രോത്ത് ഉണ്ടായത്. എന്റെ കുഞ്ഞുങ്ങൾ പരിശുദ്ധാത്മാവിൽ നിറയാൻ തുടങ്ങി. വലിയ ദൈവപ്രവൃത്തികൾ സഭയ്ക്കകത്ത് വെളിപ്പെടണം. ദൈവത്തിന്റെ കൃപയാൽ ഇന്ന് 32 പേരോളം കൃപയാൽ വാണിയംകുളം ചർച്ച് ഓഫ് ഗോഡ് ഗോസ്പൽ സെന്റർ എന്ന പ്രസ്ഥാനത്തിനകത്ത് കർത്താവിനെ അവർ ആരാധിക്കും. ഞാൻ പറയട്ടെ, ജീവിക്കുന്നൊരു ദൈവമുണ്ട്, ജീവിക്കുന്നൊരപ്പൻ നമുക്ക് സ്വർഗത്തിലുണ്ട്. ഇന്ന് ഈ സന്ദേശം നിങ്ങളുടെ ജീവിതത്തിനകത്ത് വലിയ മാറ്റങ്ങൾ ദൈവം വരുത്തും, അത്ഭുതങ്ങൾ ദൈവം ചെയ്യും. ജീവിക്കുന്ന ഒരു സ്വർഗത്തിലെ ദൈവമുണ്ട്. എന്റെ വാക്കുകളെ ഞാൻ ഉപസംഹരിക്കട്ടെ. 2003 ഒക്ടോബർ മാസം 3-ാം തീയതി യേശുവിനെ പരസ്യമായി സാക്ഷീകരിപ്പാൻ, ജലത്തിൽ സാക്ഷീകരിപ്പാൻ സ്വർഗത്തിലെ ദൈവം എനിക്ക് കൃപ നൽകി തന്നിട്ടുണ്ട്. അന്ന് മുതൽ ഇന്ന് വരെയും സ്വർഗത്തിലെ ദൈവം ഞങ്ങളെ അതിശയകരമായിട്ട് നടത്തുകയാണ്. സ്വർഗത്തിലെ ദൈവം നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഈ കൊച്ചു സന്ദേശം നിങ്ങളുടെ ജീവിതത്തിൽ വലിയ ദൈവപ്രവൃത്തികൾക്ക് കാരണമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എനിക്ക് അവസരം തന്ന പ്രിയപ്പെട്ട കുടുംബത്തോടും ഈ ചാനലിനോടും നന്ദി അറിയിച്ചുകൊണ്ട് എന്റെ വാക്കുകളെ ഞാൻ ഉപസംഹരിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ.